ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സ്റ്റുഡിയോയാണ്. ഇനി നമുക്ക് ശ്യാമയുടെ മാർക്ക് അറിയാം. മാനസിക ടോട്ടൽ 29 മാർക്കാണ് ലഭിച്ചിരിക്കുന്നതെന്ന് ആങ്കർ പറയുന്നു. തുടർന്ന് ഒരു ജഡ്ജി പറയുകയാണ്, ഞാൻ അഭിമാനത്തോടെ തന്നെ ശ്യാമയ്ക്ക് 10 മാർക്ക് നൽകുന്നു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷമാകുന്നു. അതേസമയം ദേഷ്യത്തോടെ നിൽക്കുകയാണ് വിസ്മയയും അരുന്ധതിയും. ഇത് കേൾക്കുന്ന ആങ്കർ പറയുകയാണ്, അങ്ങനെ ശ്യാമ ആദ്യത്തെ കടമ്പ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് രേണുക മാമിനോട് മാർക്ക് ചോദിക്കാം. ശ്യാമയുടെ പാട്ട് നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ? ആ ഒരു ഫീല് എനിക്കിപ്പോഴും മാറിയിട്ടില്ല. മറ്റൊന്നും പറയാനില്ല, ഞാനും 10 ഔട്ട് ഓഫ് 10 തന്നെയാണ് തരുന്നത്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷമാകുന്നു. തുടർന്ന് അഖിൽ മനസ്സിൽ പറയുകയാണ്, ഒടുവിൽ വിസ്മയ എല്ലാം തകർക്കും. തുടർന്ന് ആങ്കർ പറയുകയാണ്, ഇനി നിർണായക വിധിയിലേക്ക്. ഇനി മാർക്ക് പറയേണ്ടത് നമ്മുടെ പ്രശസ്ത ഗായിക വിസ്മയയാണ്. വിസ്മയുടെ മുഖം കണ്ടില്ലേ, അവള് ശ്യാമയെ ചതിക്കുമെന്ന് ആദി അമൃതയോട് പറയുന്നു. അതേസമയം ദേഷ്യത്തോടിരിക്കുകയാണ് വിസ്മയ. എല്ലാവരും വിസ്മയെ തന്നെ നോക്കിയിരിക്കുമ്പോൾ വിസ്മയ തൻ്റെ നോട്ട്പാഡിൽ ഒരു 0 എഴുതുന്നത്. തുടർന്ന് ആങ്കർ പറയുകയാണ്, എല്ലാവരും വിസ്മയുടെ മാർക്കിനായി കാത്തിരിക്കുകയാണ്. വിസ്മയയുടെ മാർക്ക് അനുസരിച്ചായിരിക്കും വിധി വരുന്നത്. 0 എന്ന എൻ്റെ മാർക്ക് കേൾക്കുമ്പോഴേ ശ്യാമ തളർന്ന് താഴേക്ക് വീഴുമെന്ന് വിസ്മയ മനസ്സിൽ പറയുന്നു. തുടർന്ന് ആങ്കർ പറയുകയാണ്, വിസ്മയ 9 മാർക്കാണ് നൽകുന്നതെങ്കിൽ ശ്യാമയ്ക്കും മാനസയ്ക്കും ഒരേ മാർക്കാകും ലഭിക്കുക. 8 മാർക്കായാലോ മാനസ ഒന്നാമതെത്തും. 10 മാർക്കാണ് വിസ്മയ നൽകുന്നതെങ്കിൽ ജയിക്കുന്നത് ശ്യാമയായിരിക്കും. വിസ്മയ പറയൂ, എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയമാണിത്. ഇതൊക്കെ കേൾക്കുന്ന ശ്യാമ പരിഭ്രാന്തിയോടെ വിസ്മയെ നോക്കുകയാണ്. വിസ്മയോട് മാർക്ക് പറയാനായി ആങ്കർ പറയുമ്പോൾ ദേഷ്യത്തോടെ ശ്യാമയെ നോക്കുകയാണ് വിസ്മയ. അതേസമയം സദസ്സിലുള്ള എല്ലാവരും ഒരേപോലെ പറയുകയാണ്, ശ്യാമയ്ക്ക് 10 മാർക്ക് തന്നെ നൽകണം. അങ്ങനെ എല്ലാവരും നിർത്താതെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ശ്യാമയ്ക്ക് 10 മാർക്ക് നൽകണം എന്ന് പറഞ്ഞുകൊണ്ട്. ഇതെല്ലാം കണ്ണന്റെ ലീലകളായിരുന്നു. അതേസമയം വിസ്മയ എല്ലാവരെയും ദേഷ്യത്തോടെ നോക്കുമ്പോൾ കണ്ണൻ വിസ്മയെ കൊണ്ട് മാർക്ക് തിരുത്തി എഴുതിപ്പിക്കുകയാണ്. അങ്ങനെ കണ്ണൻ തന്നെ വിസ്മയെ കൊണ്ട് ആ 0ന്റെ അപ്പുറത്ത് ഒരൊന്നുകൂടി എഴുതി 10 മാറ്റുന്നു. തുടർന്ന് വിസ്മയ പറയുകയാണ്, 10 on 10, 10 മാർക്കാ ഞാനും നൽകുന്നത്. ഇത് കേൾക്കുന്ന ശ്യാമ അഖിലും അമ്പരപ്പോടെ വിസ്മയെ നോക്കുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. തുടർന്ന് ആങ്കർ പറയുകയാണ്, നമ്മുടെ വിജയ് മറ്റാരുമല്ല, ശ്യാമ തന്നെയാണ്. ഇത് കേൾക്കുന്ന ശ്യാമ സന്തോഷത്തോടെ അഖിലിനെ നോക്കുകയാണ്. തുടർന്ന് വേദിയിൽ നിന്നും ഇറങ്ങിയ ഉടൻ തന്നെ ശ്യാമ അപ്പുവിനെ വിളിക്കുകയാണ്. എൻ്റെ ശ്യാമജി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും ശ്യാമേച്ചി അപ്പുവിനോടുള്ള സ്നേഹം തെളിയിച്ചല്ലോ, അത് തന്നെ ധാരാളം. അപ്പു, ഞാൻ വേഗം ഹോസ്പിറ്റലിൽ എത്താമെന്ന് ശ്യാമ പറയുമ്പോൾ അപ്പു പറയുകയാണ്, അങ്ങനെ ധൃതിയൊന്നും പിടിക്കണ്ട, അവിടുത്തെ ആഘോഷങ്ങളിലെല്ലാം തന്നെ പങ്കെടുത്ത് പതിയെ എത്തിയാൽ മതി. തുടർന്ന് ചാനലിന്റെ ഹെഡ് അങ്ങോട്ടേക്ക് വന്ന് ശ്യാമയെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ശ്യാമ പറയുകയാണ്, 1 മിനിറ്റ്, ഞാനിപ്പോൾ വരാം. തുടർന്ന് അഖിലിനെ സന്തോഷത്തോടെ നോക്കി അഖിലിനെ കെട്ടിപ്പിടിക്കുകയാണ് ശ്യാമ. ഒടുവിൽ ശ്യാമ വിജയിച്ചു, എൻ്റെ മനസ്സ് നിറഞ്ഞെന്ന് അഖിൽ പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, സമ്മാനം വാങ്ങാൻ സാറും എൻ്റെ ഒപ്പം വരാമോ? ഇല്ലടോ, ഞാൻ അവിടെ നിന്ന് കണ്ടോളാം. ഇല്ല സാർ, അതൊന്നും പറ്റില്ല, ഇത് എൻ്റെ വിജയമല്ല സാറിൻ്റെ വിജയമാ. അതുകൊണ്ട് സാർ എന്താണെങ്കിലും വരണമെന്ന് ശ്യാമ പറയുന്നു. അങ്ങനെ ശ്യാമ അവാർഡ് വാങ്ങാനായി വേദിയിലേക്ക് ക്ഷണിക്കുമ്പോൾ അഖിൽ പറയുകയാണ്, താൻ ചെല്ല്, ഞാൻ വരാം. അതേസമയം ഐശ്വര്യയും വസുന്ധരയും ദേഷ്യത്തോടെ നിൽക്കുകയാണ്. 75 ലക്ഷം രൂപയുടെ ചെക്കും ട്രോഫിയും ഏറ്റുവാങ്ങാൻ ശ്യാമയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നെന്ന് ആങ്കർ പറയുമ്പോൾ ശ്യാമ വേദിയിലേക്ക് ചെല്ലുകയാണ്. ഇതെല്ലാം സന്തോഷത്തോടെ നോക്കി കാണുകയാണ് അഖിലും വർമ്മയും ആദിയും അമൃതയും ഒക്കെ. ശ്യാമയ്ക്ക് അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് ട്രോഫി നൽകുകയാണ് ജഡ്ജ്. അഖിൽ സന്തോഷത്തോടെ അവിടെ നിന്ന് കൈയടിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അമ്മ ആ കാഴ്ച കണ്ടോ? ഈ നിലയിൽ എത്തിക്കാൻ നമ്മുടെ അഖി എന്തോരം കഷ്ടപ്പെട്ടതാ. എന്നിട്ട് കണ്ടില്ലേ അവനവിടെ മാറി നിൽക്കുന്നത്? ശ്യാമയെ കണ്ടില്ലേ, രാജ്ഞിയെ പോലെ മുകളിൽ നിൽക്കുന്നു. നമ്മുടെ അഖിയോ പാവം അവിടെ താഴെ മാറി നിൽക്കുന്നു. അങ്ങനെ ചെക്കും കൊടുത്തതിന് ശേഷം ആങ്കർ പറയുകയാണ്, ശ്യാമയ്ക്ക് വിജയത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? തുടർന്ന് ശ്യാമ പറയുകയാണ്, എൻ്റെ വിജയത്തിന്റെ പിന്നിലെ കാരണം എൻ്റെ ഉണ്ണിക്കണ്ണനും കൂടാതെ എൻ്റെ ഭർത്താവ് അഖിൽ സാറുമാണ്. എനിക്ക് വേണ്ടി ജീവിതം ഹോമിച്ച ആ ഒരാളുടെ വിജയം മാത്രമാണിത്. ഇതൊക്കെ കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ്, അമ്മേ, ഇതൊക്കെ വെറും സോപ്പിംഗ് മാത്രമാ. ഇല്ലെങ്കിൽ അവള് അഖിയെ വിളിച്ച് അടുത്ത് നിർത്തില്ലായിരുന്നു. തുടർന്ന് തനിക്ക് പിന്തുണ നൽകിയ തൻ്റെ വീട്ടുകാരെയും കൂടാതെ വർമ്മയും ഒക്കെ തന്നെ പേരെടുത്ത് പറയുകയാണ് ശ്യാമ. ഇതൊക്കെ കേൾക്കുന്ന അഖില് സന്തോഷത്തോടെ ശ്യാമയെ നോക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.